ഇത്ര കാമായിട്ട് ഉള്ള ഒരു ഏരിയയിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റി. ഇതിൻ്റെ ആംബിയൻസ് ഒക്കെ വളരെ സൂപ്പർ. എൻ്റെ ഒക്കെ ചെറുപ്പകാലത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു നാട്ടുമ്പുറത്തിൻ്റെ അനുഭവമാണ് എനിക്കിവിടെ കിട്ടിയത്. നല്ല മരങ്ങൾ, എല്ലാതരം പ്ലാന്റ്സും വെജിറ്റബിൾസ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ തളിച്ച് വളർന്ന വെജിറ്റബിൾസൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. അതൊക്കെ എനിക്ക് കാണാൻ പറ്റി. വളരെ കൂളായിട്ടുള്ള ഒരു ഏരിയ. ഇത്ര ഈ വെയിലൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ചൂട് അനുഭവപ്പെട്ടില്ല. എന്താ പറഞ്ഞാൽ ഇവിടുത്തെ സർവീസ് ഞാൻ എന്നും ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകുന്ന ആളാണ്. ഇത്ര നല്ലൊരു സർവീസ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നണേ. അത് പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയാണ് ഇവിടുത്തെ നിങ്ങളുടെ ഒരു സർവീസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അമ്മ കൈകൊണ്ട് ഉണ്ടാക്കിയ പോലത്തെ ഫുഡ് ആരും ഇവിടെ വന്നാലും നിങ്ങൾ നോക്കിയോ, ഫുഡ് കഴിച്ചവർ മതിയായില്ല, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് അവർ ആ ഓർമ്മയും കൊണ്ടുപോകും. അത്ര ടേസ്റ്റി ഫുഡ്. അതെന്ത് പറഞ്ഞാലും അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുതരുന്ന ഇവിടുത്തെ സ്റ്റാഫ്. വളരെ നന്നായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള സ്റ്റാഫാണ് ഇവിടെ ഉള്ളത്. നമ്മളെന്ത് ആവശ്യപ്പെട്ടാലും അവർക്ക് എന്താണെങ്കിലും ഇപ്പോൾ കൊച്ചിൻ്റെ കാര്യത്തിനാണെങ്കിലും അവരുടെ പാറ്റേണിനനുസരിച്ച് ഫുഡ് നമ്മൾ ചോദിച്ചാൽ അവർ തരുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് ഒരു സ്റ്റാഫ് എപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഇവിടെ ഉണ്ട്. യൂഷ്വലി ഒരു വയസ്സുള്ള കുട്ടികളെ കൊണ്ട് പോകാൻ മടിക്കും ആരാണെങ്കിലും. അവരുടെ ഉറക്കം ഭക്ഷണമൊക്കെ ഡിസ്റ്റർബ്ഡ് ആകും. പക്ഷെ ഇവിടെ എല്ലാം ഹോംലി തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഭക്ഷണമാണെങ്കിൽ അവർക്ക് പറ്റിയ ഭക്ഷണം കിട്ടും, നമുക്കും കുറച്ച് സമയം റിലാക്സ് ചെയ്യാം. അവരും ആനിമൽസിൻ്റെ കൂടെയൊക്കെ കുറച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കൊരു റിഫ്രഷ്മെൻ്റാണ്, ഒരു ചേഞ്ചാണ് ഡെയിലി റുട്ടീനിൽ. നല്ല ഫുഡാണ്, സർവീസും നല്ലതാണ്. ആൾക്കാർ നമ്മളോട് ശരിക്കും ഹോംലി ആയിട്ടുള്ളൊരു ഹോസ്പിറ്റാലിറ്റിയാണ് നമുക്ക്. പിന്നെ ഭയങ്കര ഗ്രിൻഡാണ്, ഭയങ്കര സപ്പോർട്ടീവ് സ്റ്റാഫാണ്, വെരി ഫ്രണ്ട്ലി സ്റ്റാഫ്, നല്ല ഫുഡാണ്, പിന്നെ വെരി അക്കോമഡേറ്റഡ്. നമ്മൾ എന്ത് കാരണം പറഞ്ഞാലും അപ്പം തന്നെ ഒരു പ്രശ്നമില്ലാണ്ട് ചെയ്തു തരാൻ എല്ലാത്തിനും ആൾക്കാരുണ്ട്. ഞങ്ങളുടെ
പാറപ്പുറത്തൊക്കെ കിടന്ന് കുറെ ഫോട്ടോ എടുത്ത് ഭയങ്കര ഒരു പ്രത്യേക അനുഭവമായിരുന്നു ആ പാറയുടെ മുകളിൽ. അപ്പോൾ ഇവിടെ ആരും നല്ല പാറ കയറാണ്ട് പോയിരുന്നാണ് എനിക്ക് പറയാനുള്ളത്.